സലഫുകളിൽ ചിലർ പറഞ്ഞു, ഇബാദാതു അഹ്ലിൽ ഗഫ്ലതി ആദത്തുൻ, അശ്രദ്ധമായ ജീവിതം നയിക്കുന്ന ആളുകൾ അവരുടെ ആരാധനകൾ പോലും അവർക്ക് പ്രതിഫലം നൽകപ്പെടാത്ത കാര്യമായി മാറും. കാരണം അവർക്ക് നിയ്യത്തുകളില്ല. നല്ല കാര്യമാണ് ചെയ്യുന്നത്, പക്ഷേ ശീലങ്ങളുടെ പേരിൽ മാത്രമാണ് അവൻ അത് ചെയ്യുന്നത് എങ്കിൽ അവന് പ്രതിഫലമില്ല. ഒരാൾ അവന്റെ മുൻപിൽ വന്ന് കൈ നീട്ടി, എല്ലാവരും കൊടുക്കുന്നു, ഞാനും കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ എന്തു പറയും, ഇരിക്കട്ടെ ഒരു പണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൊടുത്താൽ അവന് എന്തു പ്രതിഫലമാണ് അതുകൊണ്ട് ലഭിച്ചത്? ഒരു പ്രതിഫലവുമില്ല. എന്നാൽ ബോധപൂർവം ചിന്തയോടുകൂടി ഓരോ കാൽവെപ്പുകളും ശ്രദ്ധയോടുകൂടി വെക്കുന്നവർ അവരുടെ ജീവിത ശൈലികൾ വരെ അവർക്ക് ഇബാദത്താണ്. സലഫുകളിൽ ചിലർ പറഞ്ഞു, ഇന്നി അഹ്തസിബു അലാ നൗമതി കമാ അഹ്തസിബു ഫീ ഖൗമതി, ഞാൻ ഉറങ്ങുന്ന സന്ദർഭത്തിൽ എന്റെ ഉറക്കത്തിൽ വരെ ഞാൻ അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. നിസ്കാരത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് പോലെ എന്റെ ഉറക്കത്തിന് വരെ ഞാൻ അല്ലാഹുവിന്റെ അരികിൽ പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉറക്കത്തിന് പ്രതിഫലം ആഗ്രഹിക്കുക? ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇശാഇന് ശേഷം അവൻ പെട്ടെന്ന് കിടക്കുകയാണെങ്കിൽ, എന്റെ സുന്നത്ത് പാലിച്ചുകൊണ്ടാണ് ഞാൻ കിടക്കുന്നത്, നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടിയാണ് കിടക്കുന്നത്, ഉന്മേഷവാനായ ഇബാദത്തുകൾ നിർവഹിക്കാൻ വേണ്ടിയാണ് കിടക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറഞ്ഞ രൂപത്തിൽ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ കിടക്കുന്നത്. ഇങ്ങനെ ഒരാൾ കിടന്നാൽ അവന്റെ ഉറക്കം അവന് ഇബാദത്താണ്. അവൻ കഴിക്കുന്ന ഭക്ഷണം ആ കഴിക്കുന്ന സന്ദർഭത്തിൽ അത് അവന് ഇബാദത്ത്.